എല്ലാ പ്രേക്ഷകർക്കും അഷ്റഫ് അറിയൂ മലയാളം യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ആ വ്യക്തിയുടെ മുഖം മനസ്സിൽ കണ്ടുകൊണ്ട് ഒരു ഫയൽ തിരഞ്ഞെടുക്കൂ. ആ വ്യക്തി നിങ്ങളെക്കുറിച്ച് ആഗ്രഹിക്കുന്നത് എന്താണെന്ന് പറയാം. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെടുമെന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾ നൽകുന്ന പിന്തുണയാണ് കൂടുതൽ വീഡിയോകൾക്ക് പ്രചോദനമാവുന്നത്. അതുകൊണ്ട് തന്നെ ഈ ചാനലിലെ വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് ഒന്നാമത്തെ ഫയലായിട്ടുള്ള ആ വസ്തു ഫയലായി സ്വീകരിച്ചവരുടെ റീഡിങ്ങിലേക്ക് പോകാം. ഇത് ഫയലായി സ്വീകരിച്ച വ്യക്തിയുടെ റീഡിങ്ങിലേക്കാണ് നാം പോകുന്നത്. ആ വ്യക്തിയുടെ ആഗ്രഹങ്ങൾ നിങ്ങളുമായിട്ടുള്ള ചേർന്നുള്ളൊരു ജീവിതം തന്നെയാണ്. നിങ്ങളെ അത്രമാത്രം ആ വ്യക്തി സ്നേഹിക്കുന്നുണ്ട്. ആ വ്യക്തിയുടെ മനസ്സിൽ നിങ്ങൾക്ക് എല്ലാ സൗകര്യങ്ങളും, നിങ്ങൾക്കെല്ലാ പിന്തുണയും നൽകിക്കൊണ്ടുള്ളൊരു ജീവിതമാണ് ആ വ്യക്തി ഉദ്ദേശിക്കുന്നത്. ഒരിക്കൽ പോലും നിങ്ങളെ ബുദ്ധിമുട്ടിച്ചുകൊണ്ടോ അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു പ്രതിസന്ധി ഉണ്ടാക്കിക്കൊണ്ടുള്ള ഒരു നിലപാടല്ല ആ വ്യക്തി സ്വീകരിക്കുന്നത്. എപ്പോഴും നിങ്ങൾക്കൊപ്പം നിന്നുകൊണ്ട്, എപ്പോഴും നിങ്ങളുടെ ഒപ്പം നിന്നുകൊണ്ട് നിങ്ങൾക്കെല്ലാ രക്ഷയും നൽകി, നിങ്ങൾക്കെല്ലാ പിന്തുണയും നൽകി പോകുവാനാണ് ആ വ്യക്തി ഉദ്ദേശിക്കുന്നത്. ആ വ്യക്തി ജീവിതത്തിൽ നിങ്ങളെ കണ്ടിരിക്കുന്നത് ആ വ്യക്തിയുടെ എല്ലാമാണെന്നാണ്, ആ വ്യക്തിയുടെ അഭിമാനം. ആ വ്യക്തി നിങ്ങളുമായിട്ടൊരു കുടുംബ ജീവിതം ആഗ്രഹിക്കുന്നു. അത് ഏറ്റവും മഹത്വരമാക്കാനാണ് ആ വ്യക്തി ആഗ്രഹിക്കുന്നത്. നിങ്ങളെ അല്ലാതെ മറ്റാരെയും ആ വ്യക്തിയുടെ ഹൃദയത്തിൽ കണ്ടിട്ടില്ല. ഇനി ആരെങ്കിലും ആ വ്യക്തിക്ക് സൗഹൃദങ്ങളായോ ഏതെങ്കിലും ബന്ധങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ പോലും അവർക്കൊന്നും നൽകാത്ത പരിഗണനയും സ്നേഹവും ആ വ്യക്തി നിങ്ങൾക്ക് നൽകുന്നു. എപ്പോഴും നിങ്ങൾ ആ വ്യക്തിയോടൊപ്പം ഉണ്ടാകണമെന്നാണ് ആഗ്രഹിക്കുന്നത്. ഓരോ കാര്യത്തിലും നിങ്ങളോട് അഭിപ്രായം ചോദിക്കുകയും ഒരു കാര്യവും നിങ്ങളിൽ നിന്ന് മറച്ചു വെക്കാൻ ആ വ്യക്തി ആഗ്രഹിക്കുന്നില്ല. പരമാവധി എല്ലാ കാര്യങ്ങളും തന്നെ നിങ്ങളോട് പറഞ്ഞു, നിങ്ങളോടൊത്ത് തൻ്റെ ദുഃഖവും സന്തോഷവും ഒക്കെ പങ്കുവെക്കണമെന്ന് ആഗ്രഹിക്കുന്നു. ദുഃഖ സമയത്ത് നിങ്ങൾ അടുത്തുണ്ടാകണമെന്ന് ആ വ്യക്തി കലശലായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്. നിങ്ങളുടെ സാന്നിധ്യം ആ വ്യക്തിക്ക് ഒരുപാട് പ്രചോദനങ്ങൾ നൽകും. അതുകൊണ്ട് തന്നെയായിരിക്കാം ആ വ്യക്തി എപ്പോഴും നിങ്ങൾ അടുത്തുണ്ടാകണമെന്ന് ആഗ്രഹിക്കുന്നു. നിങ്ങളുടെ സാന്നിധ്യം ഇല്ലാതെ ആ വ്യക്തിക്ക് അല്പം പോലും മുന്നോട്ട് പോകാനും കഴിയില്ല. ആ വ്യക്തി അത് മനസ്സാ വചിച്ചാണ് നടക്കുന്നത്. നിങ്ങൾ വളരെ പ്രധാനപ്പെട്ട ഒരു വ്യക്തിയാണെന്ന്, നിങ്ങൾ വളരെയധികം ഇഷ്ടപ്പെട്ടൊരു വ്യക്തിയാണെന്ന് ആ വ്യക്തി പറഞ്ഞു കഴിഞ്ഞു. ആ വ്യക്തിക്ക് അത്തരത്തിൽ ഒരു സമീപനമില്ലാതെ പോകാൻ സാധിക്കില്ല. ഒരുമിച്ച് ഓരോ ഇഷ്ടത്തോടെ സ്നേഹത്തോടെ മുന്നോട്ട് പോകാൻ തന്നെയാണ് ആ വ്യക്തി തീരുമാനിക്കുന്നതും ആഗ്രഹിക്കുന്നതും. അതായത് രണ്ടാമത്തെ ഫയൽ തിരഞ്ഞെടുത്ത വ്യക്തികളുടെ റീഡിങ്ങാണ് പറയുന്നത്. നിങ്ങളും ആ വ്യക്തിയും തമ്മിലുള്ള ബന്ധം ഇപ്പോഴും അജ്ഞാതമാണ്. ഒരുപക്ഷെ ആ വ്യക്തി നിങ്ങളെ സ്നേഹിക്കുന്നുണ്ടോ ഇല്ലയോ എന്ന് പോലും നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടില്ല. ആ വ്യക്തിയുടെ മനസ്സ് ആ വ്യക്തി ആർക്കും വിട്ട് നൽകുന്നില്ല. നിങ്ങൾക്ക് പോലും ആ മനസ്സ് എന്താണെന്നോ, ആ മനസ്സിൽ എന്താണെന്നോ, ആ മനസ്സ് എങ്ങോട്ടാണ് പോകുന്നതെന്നോ, ആ മനസ്സിൻ്റെ ഉള്ളിലെ ദുഃഖങ്ങൾ, ആ മനസ്സിൻ്റെ ഉള്ളിലെ കാര്യങ്ങൾ എന്താണെന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ കഴിയുന്നില്ല. മനസ്സിലെപ്പോഴും ഒരുപാട് കാര്യങ്ങൾ മാറി മറിഞ്ഞു പോകുന്നു. ആ വ്യക്തി നിങ്ങളെ സ്നേഹിക്കുന്നുണ്ടോ, അല്ലെങ്കിൽ എന്തിനു വേണ്ടിയാണ് സ്നേഹിക്കുന്നത് എന്നിത്യാദി ചോദ്യങ്ങൾക്ക് ഇപ്പോഴും ഉത്തരം കിട്ടുന്നില്ല. ആ വ്യക്തി ഒരുപാട് അജ്ഞാതമായ കാര്യങ്ങൾ ചെയ്യുകയും അജ്ഞാതമായ മറ്റെന്തെങ്കിലുമൊക്കെ കാര്യങ്ങളിൽ വിശ്വസിക്കുകയൊക്കെ ചെയ്യുന്നതാണ്. ആ വ്യക്തിക്ക് ആ വ്യക്തിയുടെ ജോലി, കരിയർ, ആ വ്യക്തിയുടേതായ അസ്തിത്വം, അതിൽ അന്ധത പുലർത്തുന്നുണ്ട് ആ വ്യക്തി. താനൊരു കാര്യം പറഞ്ഞാൽ അതിൽ നിന്ന് അല്പം പോലും വ്യതിചലിക്കാൻ ആ വ്യക്തിക്ക് കഴിയുന്നില്ല. അത് നിങ്ങളാണെങ്കിലും ശരി, മറ്റുള്ള ആൾക്കാരാണെങ്കിലും ശരി. അത്തരത്തിലുള്ള നിലപാട് ആ വ്യക്തിയെ നിങ്ങളിൽ നിന്നും വളരെ വ്യത്യസ്തതയുള്ളൊരു വ്യക്തിയാക്കുകയാണ്. പല കാര്യങ്ങൾ കൊണ്ടും, അത് ആദർശമാകാം, ചിന്തയാകാം, വിശ്വാസമാകാം, ആ കാരണത്താൽ നിലപാടാകാം, മനസ്സിൻ്റെ തീരുമാനങ്ങളാകാം, അതിൽ ആ വ്യക്തിക്ക് നിങ്ങളോട് അടുത്തൊരു തീരുമാനം എടുക്കാൻ കഴിയുന്നില്ല. രാവും പകലും തമ്മിലുള്ള വ്യത്യാസം നിങ്ങളുടെ സ്വഭാവത്തിലുണ്ട്. നിങ്ങൾ പരസ്പരം ഇഷ്ടപ്പെടുന്നുണ്ട്, സ്നേഹിക്കുന്നുണ്ട്, പരസ്പരം
ആകർഷിച്ചിട്ടുണ്ട്, ഒന്നാകാൻ ആഗ്രഹിക്കുന്നുണ്ടാകാം. നിങ്ങളുടെ കാര്യത്തിൽ പൂർണ്ണമായിട്ടുണ്ട് ആ വ്യക്തി ആഗ്രഹിക്കുന്നുണ്ടാകാം. പക്ഷേ നിലപാടുകളും ചിന്തയും ആ വ്യക്തിയെയും നിങ്ങളെയും തമ്മിൽ അകറ്റുകയാണ്. നിങ്ങൾ മനസ്സിലാഗ്രഹിക്കുന്ന കാര്യങ്ങളല്ല ആ വ്യക്തി ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ആ വ്യക്തിയോട് പറയുന്ന ഓരോ വാക്കും പലപ്പോഴും തെറ്റിദ്ധാരണജനകമാകാറുണ്ട്. നിങ്ങൾക്ക് അതേക്കുറിച്ച് തെറ്റിദ്ധാരണ ഒന്നും ഉണ്ടാവണമെന്നില്ല, പക്ഷെ ആ വ്യക്തി അത് അത്തരത്തിൽ കാണുകയും അങ്ങനെയുള്ള ചില നിലപാടുകളും ചില കാര്യങ്ങളും സംഭവിക്കുന്നുണ്ട്. കാരണം ആ വ്യക്തി ചില കാര്യങ്ങൾ മറ്റു തരത്തിലെടുക്കുന്ന, ആ വ്യക്തിയെ സ്വാധീനിക്കുന്ന ഒരു ശക്തി ഉണ്ട്. ആ ശക്തി ആ വ്യക്തിയെ പലപ്പോഴും മറ്റു ചില കാര്യങ്ങളിലേക്കാണ് ആകർഷിക്കുന്നത്. നിങ്ങളെ ഇഷ്ടപ്പെടുകയും സ്നേഹിക്കുമ്പോഴൊക്കെ തന്നെ ആ വ്യക്തിക്ക് ചില ഉദ്യമങ്ങൾ, ചില പ്രവർത്തനങ്ങളിലേക്ക് ആ വ്യക്തി പോകും. ഒരിക്കലും ആ വ്യക്തിക്ക് ആവശ്യമില്ലാത്ത, ആ വ്യക്തിക്ക് യാതൊരു ഗുണവും ചെയ്യാത്ത പല കാര്യങ്ങളിലേക്ക് ആ വ്യക്തി സ്വയമേവ ആകർഷകമായിട്ട് പോകുന്നുണ്ട്. അതിൻ്റെ ഒരു പ്രയാണത്തിൽ നിന്ന് തിരിച്ചു വരുമ്പോൾ മാത്രമേ ആ വ്യക്തി നിങ്ങളെ പൂർണ്ണമായി മനസ്സിലാക്കുള്ളൂ. നിങ്ങൾക്ക് തന്നെ അത്ഭുതം ഉണ്ടാകും, എന്താണ് ഈ വ്യക്തി എന്നെ മനസ്സിലാക്കാതെ പോകുന്നത്, ഈ വ്യക്തിയുടെ നിലപാടെന്താണ് എന്നിത്യാദി കാര്യങ്ങളിൽ ഒരുപാട് സംശയങ്ങളുണ്ടാവും. ഒരു പരപ്രേരണ ആ വ്യക്തിയിലുണ്ടാകുന്നു. നിങ്ങൾക്കെതിരായാകാം, അല്ലെങ്കിൽ ആ പ്രേരണ നടത്തുന്ന ശക്തി അവരുടെ ചിന്തയിലേക്ക് ആ വ്യക്തിയെ കൊണ്ടുപോകുന്നു. നിങ്ങൾ ആ വ്യക്തിയുമായി തുറന്ന് സംസാരിക്കുക, നിങ്ങളുടെ സ്നേഹം കൊണ്ട് ആ പ്രേരണയുടെ കവചം തകർന്ന് ആ വ്യക്തി നിങ്ങളിലേക്ക് ആകർഷകമാകും. യുക്തിബോധമുള്ള ഒരു നിലയിലേക്ക് ആ വ്യക്തി എത്തും. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾ നൽകുന്ന പിന്തുണയാണ് കൂടുതൽ വീഡിയോകൾക്ക് പ്രചോദനമാകുന്നത്. അതുകൊണ്ട് തന്നെ ആദ്യമായിട്ട് കാണുമ്പോൾ തീർച്ചയായും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.